ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വിശുദ്ധ പശുക്കളാണ് എന്ന ഒരഭിപ്രായം എനിക്കോ എൻ്റെ പാർട്ടിക്കോ മറ്റാർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കേസിൻ്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങൾ പറയുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? ബി ഗോപാലകൃഷ്ണൻ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണ്. അറസ്റ്റ് ചെയ്യുന്നതിൽ, കസ്റ്റഡിയിൽ വയ്ക്കുന്നതിൽ, സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലൊക്കെ ചെറുകിട വ്യാപാരികൾ മുതൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരടക്കം ഉന്നതരെ രാജ്യത്തെ വരെ ഈ അഴിമതി നിരോധന എന്താണ് PMLA ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ വെക്കാനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനും അധികാരമുള്ള ഒരു അന്വേഷണ ഏജൻസി അങ്ങനെ അഴിമതി കേസിൽ അന്വേഷണ വിധേയനായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഏജന്റന്മാരെ ഉപയോഗിച്ച് 2 കോടി രൂപ കോഴ ആവശ്യപ്പെട്ടു. അത് സംസ്ഥാന അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് കൈയോടെ പിടികൂടിയ കഥയാണ് പറയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഞാൻ 3 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തെ കാര്യം, ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വിശുദ്ധ പശുക്കളാണ് എന്ന ഒരഭിപ്രായം എനിക്കോ എൻ്റെ പാർട്ടിക്കോ മറ്റാർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായും പുഴുവുള്ള പഴങ്ങളുണ്ടാവും, പക്ഷേ എല്ലാ പഴത്തിലും പുഴുവുണ്ടാവില്ല. പക്ഷേ ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ വായിച്ചപ്പോൾ ഞാൻ വാസ്തവത്തിൽ ആ എഡിറ്റോറിയൽ വായിച്ചപ്പോഴാണ് ഈ കേസിൻ്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നത്. കാരണം എഡിറ്റോറിയൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നലെ കേരളത്തിലെ ഒരു ചാനലും കാര്യമായ ചർച്ചകളൊന്നും സംഘടിപ്പിച്ചില്ല. കാരണം കോഴിക്കോട്ടെ തീപിടുത്തം. പക്ഷേ കൈരളി ചാനൽ അതിശക്തമായിട്ടാണ് ഈ വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു EDയുടെ ഉദ്യോഗസ്ഥനെതിരായിട്ടല്ല, മൊത്തം ED എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ED എന്ന് പറയുന്ന ആ ഓർഗനൈസേഷൻ കളങ്കിതമാണ് എന്ന് വരുത്താനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇന്നത്തെ മുഖപ്രസംഗത്തിൽ ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തെ കൂടുതൽ അപഗ്രഥിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് EDക്കെതിരെ FIR കൊണ്ടുവന്നു. ഇപ്പോൾ മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ EDയെ കളങ്കിതമാക്കണം. കാരണം എന്താ? കാരണം വളരെ കൃത്യമാണ്. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് ED കേസെടുക്കാൻ പോകുന്നു. വീണ എന്ന് പറയുന്ന വീണ വീണയ്ക്കെതിരായിട്ടുള്ള കേസ് വരാൻ പോകുകയാണ്. സ്വാഭാവികമായും കമ്പനീസ് ആക്ട് 447 പ്രകാരം അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് അതിൽ കണ്ടെത്തിയിരിക്കുന്നു. ആ അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് കോപ്പി അപ്ലിക്കേഷൻ അതിനകത്ത് ED സ്വാഭാവികമായിട്ടും വരണം. അപ്പോൾ ED സ്വാഭാവികമായിട്ടും കോടതിയിൽ കോപ്പി അപ്ലിക്കേഷൻ കൊടുത്തു. ആ കോപ്പി അപ്ലിക്കേഷൻ കൊടുത്തു. എന്നോട് എല്ലാവരും സംസാരിക്കുന്നത് കണ്ടു. കോപ്പി അപ്ലിക്കേഷൻ കൊടുത്തു. ആ കോപ്പി അപ്ലിക്കേഷന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൈക്കോടതിയുടെ സ്റ്റേ മേടിച്ചു. പക്ഷേ എന്തായാലും ശരി, ഇപ്പോഴല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ടായാലും ശരി, 2 മാസം കഴിഞ്ഞിട്ടായാലും ശരി, ഓട്ടോമാറ്റിക്കലി അതിനകത്ത് EDക്ക് എൻട്രി ചെയ്യേണ്ടി വരും. പിന്നെ പിണറായി വിജയന്റെ അറിയാം, വളരെ കൃത്യമായ കേസാണ്, EDയെ ലക്ഷ്യം വെച്ചുള്ള കേസാണെന്നാണോ ശ്രീ ഗോപാലകൃഷ്ണൻ? ഒരു മിനിറ്റ് അല്ല ഞാൻ ഒന്ന് പറഞ്ഞു വന്നോട്ടെ, ഒന്ന് തീർക്കാൻ അനുവദിക്കണം സുഹൃത്ത്. അതായത് ഞാൻ ഇന്നത്തെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം കാണുമ്പോഴാണ് അതിനെപ്പറ്റി ആ രീതിയിലുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ടും എനിക്ക് വരുന്നത്. കാരണം ED എന്ന് പറയുന്ന ആ ഓർഗനൈസേഷൻ്റെ മൊറാലിറ്റി തകർക്കുക, അവർ കളങ്കിതമാണെന്ന് പറയുക. അപ്പോഴല്ലേ വീണയ്ക്കെതിരായിട്ടുള്ള കേസ് കളങ്കിതമാണെന്ന് പറയാൻ കഴിയുക. ഇനി അതിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് വന്നാൽ, ഒന്നാം തരം ഉദ്യോഗസ്ഥൻ, കളങ്കിതനല്ലാത്ത ഒന്നാം തരം ബെസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ വിജിലൻസ് കമ്മീഷണർ. ആ വിജിലൻസ് കമ്മീഷണറായിട്ടുള്ള യോഗേഷ് ഗുപ്തയെ എന്തിനാണ് പെട്ടെന്ന് മാറ്റിയത്? വളരെ പെട്ടെന്ന് മാറ്റി രംഗത്ത് വന്നത് ആരാ? മനോജ് എബ്രഹാം. മനോജ് എബ്രഹാമിനെതിരെ വിജിലൻസ് കോടതി കേസെടുത്തിട്ടുള്ള ആളാണ്. 2 കേസെടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഡയറക്ടറായതിനു ശേഷം ആ കേസ് ഒതുക്കി തീർത്തു. പല വഴിയിൽ ഒരുപക്ഷെ കോടതിയിൽ പോയിട്ടുണ്ടാവാം. പക്ഷേ വിജിലൻസ് FIR ഇട്ട ഒരു ആളെ
പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും നടക്കാൻ പറഞ്ഞാൽ നടക്കുകയും ചെയ്യുന്ന, കിടക്കാൻ പറഞ്ഞാൽ കിടക്കുമെന്ന് എനിക്കറിയില്ല, അതൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ, മോൻസൺ മാവുങ്കലിന് അവിടെ വാളും പിടിച്ചു നിന്ന മനുഷ്യൻ, പിണറായി വിജയനെ കാണാൻ പോയ മഹതിയെ ചവിട്ടി തവിടുപൊടിയാക്കിയ ഒരു വ്യക്തി, ഇവിടെ കൊച്ചിയിൽ അദ്ദേഹം SBI കമ്മീഷണറായിരുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആരോപണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ക്വാറി മാഫിയയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, പത്തനംതിട്ടയിലെ ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ. അങ്ങനെ ഒരാളെ വിജിലൻസ് കമ്മീഷണറായിട്ട് നിയോഗിക്കുന്നു. ആ നിയോഗിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ വളരെ ഞാൻ ഒരു കാര്യം താങ്കളോട് ചോദിച്ചത്, ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് എടുത്തിരിക്കുന്ന ഒരു കേസിൽ PMLA ആക്ട് സെക്ഷൻ 17 പ്രകാരം രാജ്യത്ത് ഇമ്മൻസ് പവർ, അസാധാരണമായ അധികാരമുള്ള ഒരു അന്വേഷണ ഏജൻസി, അഴിമതി നിരോധന നിയമപ്രകാരം അതിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇന്ന് ഈ കേസ് അന്വേഷണം നേരിടുകയാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച കേസാണെന്നാണോ, ഈ കേസിന് മെറിറ്റില്ലെന്നാണോ, എന്താണ് താങ്കളുടെ പോയിന്റ്? ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ആ കേസിൽ സത്യസന്ധതയുണ്ട് എന്ന് കണ്ടാൽ ആ കേസിൽ പോലീസുമായി സഹകരിക്കാമെന്ന് ED പറഞ്ഞിട്ടുണ്ട്, EDയുടെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ എന്തർത്ഥത്തിലും ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താം എന്ന് കേന്ദ്ര ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ കാണുമ്പോൾ ED എന്ന് പറയുന്ന ഓർഗനൈസേഷനെ കളങ്കപ്പെടുത്തുവാനുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കം തന്നെയാണ് ഇത്. കാരണം ഒരു കൊടും അതായത് 5 കേരളത്തിൽ മാത്രമുള്ള സംഭവമല്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ വെച്ചിട്ടാണ് ഈ കളി. ആരോപണ വിധേയരായ അന്വേഷണ പരിധിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ, ദശലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങുമ്പോൾ CBI അടക്കം അറസ്റ്റ് ചെയ്ത കേസുകൾ രാജ്യത്ത് 6 എണ്ണം വേറെയുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അതിലെ ഉദ്യോഗസ്ഥരുടെ അഴിമതി ചൂണ്ടിക്കാട്ടി പരാതി കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് കേസുകളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 2023 ഓഗസ്റ്റിൽ ദില്ലിയിൽ അമൻദീപ് എന്ന് പറയുന്ന വ്യവസായിയെ അഴിമതി നിരോധന നിയമപ്രകാരം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി 5 കോടി രൂപ കോഴ വാങ്ങിച്ചു വന്ന പവൻ ഖത്തറിക്കെതിരായിട്ടുള്ള പരാതി കൊടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയാണ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2023 നവംബറിൽ മണിപ്പൂരിലെ ചിട്ടി തട്ടിപ്പ് കേസിൽ 20 ലക്ഷം രൂപ കോഴ വാങ്ങിയതിൽ നവൽകുമാർ മീണ എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ അന്വേഷണ പരിധിയിലാണ്. 2023 തന്നെ ഡിസംബറിൽ തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ 20 ലക്ഷം രൂപ ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണം ഒതുക്കാൻ വേണ്ടി കോഴ വാങ്ങിച്ചു എന്നുള്ള ആരോപണത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം 6 അംഗ തിവാരി അന്വേഷണ പരിധിയിലാണ്. 2024 ഓഗസ്റ്റിൽ 20 ലക്ഷം രൂപ ദില്ലിയിൽ ലക്ഷ്മസ് നഗറിൽ വെച്ച് ഒരു വ്യവസായിയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ സന്ദീപ് സിംഗ് യാദവ് അറസ്റ്റ് ചെയ്യപ്പെട്ടു, CBIയുടെ അന്വേഷണ പരിധിയിലാണ്. 2025 ജനുവരിയിൽ സ്കോളർഷിപ്പ് തട്ടിപ്പ് കേസിൽ പ്രതികളായവരോട് 1.5 കോടി രൂപ, 50 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ച കേസിൽ വിശാൽ ദീപ് അറസ്റ്റിലാണ്, അന്വേഷണ പരിധിയിലാണ്. രാജസ്ഥാൻ അഴിമതി നിരോധന വകുപ്പ് അവിടുത്തെ നവൽ കിഷോർ മീണ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഇതേപോലെ തന്നെ ട്രാപ്പ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ അധികാരമുള്ള ഒരു ഏജൻസി, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷിക്കാൻ വേണ്ടിയുള്ള അധികാരമുള്ള ഏജൻസി, പലയിടത്തും ചെയ്തിട്ടുള്ള അഴിമതിയിൽ കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇതിവിടെ മാത്രമാണോ ഉണ്ടായിട്ടുള്ളത്? എൻ്റെ സുരേഷ്, ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങൾ പറയുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ, ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർ, ധാരാളം മാധ്യമപ്രവർത്തകർ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തതിനും മറ്റു പല തട്ടിപ്പ് കാര്യങ്ങൾ ചെയ്തതിനും അറസ്റ്റിലായിട്ടുണ്ട്. എന്നുവെച്ച് ഈ മാധ്യമ ലോകം അഴിമതിക്കാരാണ്, തട്ടിപ്പുകാരാണ്, രാജ്യവിരുദ്ധരാന്ന് പറയാൻ പറ്റുമോ? ഹൈക്കോടതി ജഡ്ജിയുടെ വീടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്ന് കത്തിക്കരിഞ്ഞ കോടിക്കണക്കിന് രൂപ കിട്ടി എന്ന് വെച്ച് ജഡ്ജസ് മുഴുവനും ആ രീതിയിൽ അഴിമതിയുടെ പണം കൈക്കലാക്കുന്ന ആളുകളാണ് എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു വന്നത് എന്താ, ED ഉദ്യോഗസ്ഥൻ, അത് ശേഖർ കപൂറല്ല, ശേഖർ കുമാറല്ല, എത്ര ED ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരാണോ അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തും. ആ ബ്യൂറോക്രസിയാണ്, ബ്യൂറോക്രസിയിൽ അഴിമതിയുണ്ട്. ഞാൻ ബ്യൂറോക്രസിയിൽ അഴിമതിയില്ലാന്നോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഴുവനും വെളുത്ത പശുവാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ, ദേശാഭിമാനി വളരെ ബോധപൂർവമായി കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നു മുഴുവൻ ഓർഗനൈസേഷനെയും. അനിൽകുമാർ, 3 വർഷമായി ED അന്വേഷിച്ച കേസുകൾ പലതും വിജിലൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടനിലക്കാരെ വെച്ച് ED ഉദ്യോഗസ്ഥർ വൻതോതിൽ പണം കൈക്കലാക്കുകയും അത് ഹവാല ഇടപാട് വഴി പുറത്തേക്ക് കടത്തിയെന്നുമാണ് വിജിലൻസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ പ്രാഥമികമായി നൽകുന്ന സൂചന. അപ്പോൾ അതൊരു വലിയ കുംഭകോണമാണ്, കുറേ കാലമായി ഇവിടെ നടന്നതാണ്. പല കേസുകളും പാതി വഴിക്ക് മുടങ്ങിപ്പോയത് ഈ വഴിക്കാണെന്നൊക്കെയുള്ള സംശയം ബലപ്പെടുമ്പോൾ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ സഖാക്കൾ ഒപ്പിക്കുന്ന പണിയാണോ ഇത്?
18,000 കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് കൊണ്ട് അഴിമതി ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ അതിന് പണം കൊടുത്ത പല കമ്പനികളിലും ED റെയ്ഡ് നടത്തിയിരുന്നു. ED റെയ്ഡ് നടത്തുക, ഇലക്ട്രൽ ബോണ്ടിലേക്ക് പൈസ വാങ്ങിക്കുക, പിന്നെയും ED റെയ്ഡ് നടത്തുക, ഇലക്ട്രൽ ബോണ്ടിലേക്ക് പൈസ വാങ്ങിക്കുക. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ കണക്ക് പുറത്തു വന്നപ്പോൾ അന്ന് റെഡി ചെയ്ത ED കേസുകളുടെ എണ്ണം നമുക്ക് മനസ്സിലായി. അവരെല്ലാം ED പിന്നെ ജയിലിലടച്ചോ? ഈ ആളുകളെ വരട്ടിയിട്ട് BJPയുടെ ആഫീസിൽ പൈസ കൊടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കങ്കാണിപ്പണി ചെയ്യുന്ന സംഘമായി, കൊള്ള സംഘമായി EDയെ BJP മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ എന്തായാലും യജമാനന്മാർ പറയുന്ന പോലെ കുറേ കാശ് കൊടുക്കുന്ന കൂടെ ഇവരൊരു ചെറിയ പെട്ടിക്കട തുടങ്ങി. ഇതിൻ്റെ ഭാഗമായി കുറേ ആളുകളെ പെട്ടിക്കട പിരിവിന് വെച്ചു. അവർ പിരിക്കാൻ പോയപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട അനീഷ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിലും കടന്നാക്രമണത്തിന് കടന്നു വന്നു. അദ്ദേഹം ഇവിടെ ധൈര്യമായിട്ടൊരു നടപടി സ്വീകരിച്ചതിനെ അഭിനന്ദിക്കുകയാണ്. അങ്ങനൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഇങ്ങനെ 3 പേര് പ്രതിയായ ഒരു കേസിൽ സ്വന്തം ജീവൻ തന്നെ പണയം വെച്ചിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അത് സഖാക്കളുടെ പണിയാണ്. അദ്ദേഹം പാർട്ടി സഖാവാണോ? ഇങ്ങനൊരു കേസിനകത്ത് EDയെ ട്രാപ്പിൽപ്പെടുത്തിയാൽ EDയുടെ മറ്റാളുകൾ ഇദ്ദേഹത്തോട് പ്രതികാരപരമായി എന്തെങ്കിലും ചെയ്യും എന്നിവർക്ക് പേടിയില്ലേ? എന്താ ഇവർക്ക് പേടിയില്ലാത്തത്? ഇവർ കുറ്റവാളികളല്ല, ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല, ഞങ്ങൾ കള്ളപ്പണം വെളുപ്പിച്ചിട്ടില്ല, പക്ഷേ വിദേശത്ത് ഏതോ കമ്പനിയുടെ കിടക്കുന്ന ഏതോ രേഖ കൊണ്ട് ഹാജരാക്കണം എന്ന് പറഞ്ഞ് ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു തരത്തിലും മുന്നോട്ട് പോകാനാവാതെ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്, നീ നിൻ്റെ പണിക്ക് പോടാന്ന് EDയോട് പറഞ്ഞിട്ട് ഇവർ പിരിവിന് വന്ന ആളുകളെ കൃത്യമായിട്ട് ഞാൻ ഈ വിജിലൻസിൻ്റെ FIRും മറ്റ് രേഖകളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യമായിട്ട് പറയുന്നത് FIR എടുക്കുമ്പോൾ ഇവർ പ്രിലിമിനറി പരിശോധന നടത്തി. അക്കൗണ്ടിൽ 50,000 രൂപ കൊടുത്തത് ആദ്യഘട്ടത്തിൽ തന്നെ അതിന് മുമ്പാണ്. ആ അക്കൗണ്ട് വിജിലൻസുകാർ പരിശോധിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം ഫോൺ കോളുകൾ, രേഖകൾ പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിച്ചൊരു പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് FIR എടുത്തത്. ആ FIRൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ട് ട്രാപ്പ് ചെയ്യാൻ പോയത്. ഈ ട്രാപ്പ് ചെയ്യപ്പെട്ട് പിടികൂടപ്പെട്ട ആളുകളെ വിൽസൺ വർഗീസ് അടക്കമുള്ളവരുമായിട്ടുള്ള ബന്ധം എന്താ? ഈ പരാതിക്കാരന് സഖാക്കൾ പറഞ്ഞുകൊണ്ടാണോ? വിൽസൺ വർഗീസിനെ AK സെൻറ്ററിൽ നിയമിച്ച ആളാണോ? ഈ വിൽസൺ വർഗീസും ഈ ED ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ടെലിഫോൺ ബന്ധം എവിടെ നിന്ന് കിട്ടി? ഇനി ബഹുമാനപ്പെട്ട K. സുരേന്ദ്രൻ പറയുന്നത് എന്താണ്? ED ഉദ്യോഗസ്ഥന്മാരിൽ നല്ലവരല്ലാത്തവരുമുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. ബഹുമാനപ്പെട്ട K. സുരേന്ദ്രനും ബഹുമാനപ്പെട്ട ശ്രീ B. ഗോപാലകൃഷ്ണനും ഇന്ന് പറയുന്നു ED വിശുദ്ധ പശു അല്ല. അവർ പറയുന്നത് വളരെ ശരിയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് വിശുദ്ധ പശു അല്ല എന്ന് വരുത്തുകയാണ് നിങ്ങളുടെ അജണ്ട. EDയിലും പോലീസിലുള്ളത് പോലെ ചില പുഴുക്കുത്തുകൾ കാണും എന്നാണ് അവരുടെ അജണ്ട, അല്ലെങ്കിൽ അവരുടെ വാദം. ഞാൻ പറയാം സാർ. സ്വർണ്ണക്കള്ളക്കടത്തിൽ ഫൈസൽ ഫരീദ് എന്ന് പറയുന്ന ഒരാളാണ് സ്വർണ്ണം അയച്ചു കൊടുത്തത് 21 തവണ. ED പിടിച്ചോ? വിശുദ്ധ പശുവാണ്, പിടിക്കുകയില്ലായിരുന്നു. നിങ്ങളുടെ മോദിയുടെ കീഴിലെ വിശുദ്ധ പശുവല്ല ED ഒരു ഉദ്യോഗസ്ഥനല്ല. പക്ഷേ സ്വർണം ഇന്ത്യയിലേക്ക് കള്ളക്കടത്ത് സ്വർണ്ണം അയച്ചു കൊടുത്ത ഫൈസൽ ഫരീദ് എന്ന് പറയുന്ന, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏത് വാദിയാണ് നിങ്ങളുടെ ഭാഷയിൽ? അയാളെ പിടിക്കാത്ത ED വിശുദ്ധ പശുവാണോ? ആ സ്വർണ്ണം ഇവിടെ അഡ്രസ്സിൽ വാങ്ങിച്ച ഇവിടുത്തെ ഈ കോൺസുലേറ്റ് ജനറൽ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ പിടിക്കാത്തത് വിശുദ്ധ പശു ആയതുകൊണ്ടാണോ? പക്ഷേ താങ്കൾ ഈ വിജിലൻസിന്റെ FIR താങ്കളും പരിശോധിച്ചല്ലോ. ഇതിലെ 1ാം പ്രതി എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് അല്ലേ? ശേഖർ കുമാർ 1ാം പ്രതി, വിൽസൺ വർഗീസ്, മുരളി മുകേഷ് രാജസ്ഥാൻ സ്വദേശിയാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള രഞ്ജിത്ത് വാര്യരാണ് ഇതിൻ്റെ എല്ലാം സാമ്പത്തികം എല്ലാം കൈകാര്യം ചെയ്യുന്ന ഇടനിലക്കാരെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഈ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1ാം പ്രതി ശേഖർ കുമാറിനെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? 1ാം പ്രതി അറസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോവുക? എന്താണ് 1ാം പ്രതി അറസ്റ്റ് ചെയ്യാനുള്ള തടസ്സം, താമസം? അതൊന്ന് പറയാം. അതിന് മുന്നൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ED എന്ന് പറയുന്നത് എന്തായിരുന്നു ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന പരിപാടി? കൃത്യമായിട്ട് അക്കൗണ്ടിലൂടെ പണം ട്രാൻസ്ഫർ ചെയ്ത് കൃത്യമായിട്ട് ബിസിനസ് നടത്തുന്ന കിബി ഉദ്യോഗസ്ഥന്മാരെ എത്ര ദിവസം ED മൂലയ്ക്ക് ചാരി? ലൈഫ് മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് IAS ഉദ്യോഗസ്ഥനായിരുന്ന UB ജോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ എത്ര നിന്ദ്യമായിട്ടാണ് ED ഇരിക്കാൻ സമ്മതിക്കാതെ പീഡിപ്പിച്ചത്? നിങ്ങൾ ED എന്ന് പറയുന്നത് വിശുദ്ധ പശു അല്ല എന്ന് പറയുന്നത് ഒഴിഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഈ പറയുന്ന ശേഖർ കുമാർ, ആ മാന്യനാരാണ്? 1ാം പ്രതിയായ ശേഖർ കുമാറാണ് K. സുരേന്ദ്രൻ അടക്കം, ധർമ്മരാജൻ അടക്കം ഉൾപ്പെട്ടിട്ടുള്ള 44 കോടി രൂപ വരുന്ന ആ കള്ളപ്പണ കേസിനകത്ത്, കൊടകര കുഴൽപ്പണ കേസിനകത്ത് വെളുപ്പിച്ചു കൊടുത്തത്.
ഇവരെല്ലാം വെളുപ്പിച്ചു കൊടുത്തത് ഈ ശേഖർകുമാറാണ്. അദ്ദേഹമാണ് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. എന്താ വെളുപ്പിച്ചത്? ബഹുമാനപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്യാനുണ്ടായിരുന്നല്ലോ. ധർമ്മരാജൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് കൊടകരയിൽ സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയ ഗോപാലകൃഷ്ണ സാറല്ലേ ഇരിക്കുന്നത്, ബഹുമാനപ്പെട്ട ശ്രീ ബി ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തോട് ചോദിക്കുന്നത് ശേഖർകുമാറിനെ അറിയില്ലേ, കെ സുരേന്ദ്രന്?